സോഷ്യൽ മീഡിയയിലൂടെയും വാർത്തകളിലൂടെയും നമ്മൾ മലയാളികൾ ഏറെ അഭിമാനത്തോടെ കണ്ടറിഞ്ഞൊരു നന്മയുടെ കഥയാണിത്. ആഫ്രിക്കൻ മണ്ണിലെ ഒരു കൊച്ചു ഗ്രാമത്തിൽ കുറെ കുരുന്നുകൾ മലയാളത്തിൽ കേരള ബ്ലോക്ക് എന്നെഴുതിയ ഒരു കെട്ടിടത്തിനു മുന്നിൽ നിന്ന് ആവേശത്തോടെ ചിരിക്കുന്ന ആ ദൃശ്യങ്ങൾ ആരുടെയും ഹൃദയം നിറയ്ക്കുന്നതാണ്. ആ ചിരിക്കു പിന്നിൽ അരുൺ അശോകൻ, സുമി എന്നീ മലയാളി ദമ്പതികളുടെ നിശബ്ദമായ കഠിനാധ്വാനത്തിന്റെ കഥയുണ്ട്. ഭൂഖണ്ഡത്തിന്റെ ഹൃദയഭാഗത്തുള്ള മലാവിയിൽ ജോലി തേടിയെത്തിയ മലപ്പുറം സ്വദേശിയായ അരുൺ അശോകൻ അവിടെ കണ്ട കാഴ്ചകൾ ഏതൊരു മനുഷ്യ സ്നേഹിയുടെയും ഉള്ളുലയ്ക്കുന്നതായിരുന്നു. അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാതെ ഒരു ഗ്രാമത്തിൽ പൊട്ടിപ്പൊളിഞ്ഞതും പുല്ലുമേഞ്ഞതുമായ ഒരു ഷെഡിന് താഴെ വെയിലും മഴയും ഏച്ചു പഠിക്കുന്ന കുരുന്നുകൾ അരുണിന്റെ മനസ്സിലെ തീരാ നൊമ്പരമായി മാറി. മഴ പെയ്യുമ്പോൾ സ്കൂളിന് അവധി നൽകേണ്ടി വരുന്ന ആ കുട്ടികളുടെ അവസ്ഥ കണ്ടപ്പോഴാണ് അവർക്കായി സുരക്ഷിതമായ ഒരു ഇടമൊരുക്കണമെന്ന ചിന്ത അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഉദിച്ചത്. ഷീറ്റിട്ട് ആ ഷെഡ് നന്നാക്കാമെന്ന ചെറിയ ചിന്തയിൽ നിന്നാണ് പിന്നീട് ഉറച്ച ചുവരുകളുള്ള ഒരു വിദ്യാലയം എന്ന വലിയ സ്വപ്നത്തിലേക്ക് അരുണും ഭാര്യ സുമിയും എത്തിയത്. ഈ സ്വപ്നത്തിലേക്കുള്ള യാത്ര അത്ര എളുപ്പമായിരുന്നില്ല. വലിയ സ്പോൺസർമാരോ ഫണ്ടുകളോ കാത്തു നിൽക്കാതെ സ്വന്തം ശമ്പളത്തിൽ നിന്നും മിച്ചം പിടിച്ച് ഓരോ രൂപയും അവർ ആ കെട്ടിടത്തിനായി മാറ്റിവെച്ചു. ഗ്രാമവാസികളിൽ നിന്ന് പണം വാങ്ങുന്നതിന് പകരം അവരുടെ മനുഷ്യാധ്വാനം പങ്കാളിയാക്കാൻ അരുൺ ആവശ്യപ്പെട്ടു. നാട്ടുകാരുടെ അധ്വാനവും ഒരു മലയാളി ദമ്പതികളുടെ നിശ്ചയദാർഢ്യവും ഒന്നിച്ചപ്പോൾ 1.5 വർഷത്തിനുള്ളിൽ അവിടെ കേരള ബ്ലോക്ക് എന്ന 4 ക്ലാസ് മുറികളുള്ള മനോഹരമായ സ്കൂൾ ഉയർന്നു. ഇന്ന് 150ഓളം കുട്ടികൾ ആ മതിൽക്കെട്ടിനുള്ളിൽ ഭയമില്ലാതെ അക്ഷരങ്ങൾ പഠിക്കുന്നു. അവർ ധരിച്ചിരിക്കുന്ന യൂണിഫോമും കയ്യിലിരിക്കുന്ന പുസ്തക സഞ്ചിയിലും അരുണിന്റെയും സുമയുടെയും കരുതലിന്റെ സ്പർശമുണ്ട്. വെറുമൊരു സ്കൂൾ കെട്ടിടം മാത്രമല്ല, ദാഹജലം പോലും കിട്ടാക്കനിയായ ആ നാട്ടിൽ കേരളീയ മാതൃകയിലുള്ള കിണറുകൾ നിർമ്മിച്ചു നൽകിയവർ ആ സ്നേഹത്തിന്റെ മറ്റൊരു ഉറവ കൂടി തുറന്നു. മലാവിയിലെ ആ കുരുന്നുകൾ ഇന്ന് കേരള ബ്ലോക്ക് എന്ന ആവേശത്തോടെ വിളിച്ചു പറയുമ്പോൾ അതൊരു കെട്ടിടത്തിന്റെ പേരല്ല, മറിച്ച് തങ്ങളെ ചേർത്ത് പിടിച്ചൊരു നാടിനോടുള്ള നന്ദിയാണ്. സ്വന്തം സൗകര്യങ്ങൾക്കും സുഖങ്ങൾക്കും അപ്പുറം മറ്റൊരു രാജ്യത്തെ പാവപ്പെട്ട മനുഷ്യർക്കായി ജീവിതം മാറ്റിവെച്ച അരുണും സുമിയും ലോകത്തിന് നൽകുന്നത് വലിയൊരു സന്ദേശമാണ്. മലാവിയിലെ ആ മണ്ണിൽ ഇന്ന് കേരളം എന്നത് സ്നേഹത്തിന്റെ മറ്റൊരു പേരായി മാറിയിരിക്കുകയാണ്.